എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. കേരളീയർ വളരെയധികം വിശിഷ്യ ഈ പുരോഗമന ചിന്ത എന്ന് പറയുമ്പോൾ അതിൽ ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റേത്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആധ്യാത്മിക രംഗത്ത് അദ്ദേഹം വിരചിച്ചിട്ടുള്ള കൃതികളെപ്പറ്റിയോ അധികം ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല നമ്മൾ പരക്കെ. കാരണം ആ ചിന്ത വളരെയധികം സൂക്ഷ്മമായി തത്വാന്വേഷകർക്കുള്ളതാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും പലരും അതിലോട്ടൊരു എത്തിനോട്ടം നടത്താത്തത്. മറ്റേത് സാമൂഹ്യ വിഷയമായതുകൊണ്ട് സ്വാഭാവികമായ ജനശ്രദ്ധ ആകർഷിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയാണ്. ഏതാണ്ട് 66ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ സാമൂഹിക പശ്ചാത്തലമുള്ള കൃതികളുണ്ട്, ദേവതാസ്തുതി ഗീതകങ്ങളുണ്ട്, ജാതി ചിന്തയെ ഉച്ചാടനം ചെയ്യേണ്ടുന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളുണ്ട്, വേദാന്ത പ്രക്രിയകളെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള കൃതികളുണ്ട്. മലയാളത്തിൽ ഉപനിഷത്ത് എന്ന് പറയാവുന്ന ആത്മോപദേശ ശതകം എഴുതിയിട്ടുണ്ട്. ഇതിനധികം പറയുന്നു വേദാന്ത സൂത്രം എഴുതിയിട്ടുണ്ട് അദ്ദേഹം, 24ഓളം പോകുന്ന സൂത്രങ്ങൾ. താന്ത്രിക കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കൃതികൾ. ഇതിൽ ഏറ്റവും വിശിഷ്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. ഈ കൃതി എഴുതാനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അദ്ദേഹം എഴുതിയ കൃതിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത വേദാന്തവും തന്ത്രവും പ്രാർത്ഥനയും പരാഭക്തൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ദാർശനികപരമായിട്ടുള്ള ഔന്നിത്യമൊക്കെ നമുക്ക് ഈ കൃതിയിൽ, കവിത്വവും ഋഷിത്വവും എല്ലാം ഒരേപോലെ വമിഞ്ഞൊഴുകുന്നൊരു കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സമയം പോലെ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാം. എല്ലാവർക്കും നമസ്തേ.